മറ്റു വാർത്തയിലേക്ക് പോയാൽ ഗൺമാൻമാർ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിന് വിശദമായ മറുപടി നൽകാൻ അധിക സമയം അനുവദിക്കില്ല. അധിക സമയം അനുവദിക്കണമെന്ന അജിത് കുമാറിന്റെ ആവശ്യം DGP തള്ളി. ആഭ്യന്തര സെക്രട്ടറിക്ക് DGP ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറിയേക്കും. അന്വേഷണം നടക്കുമ്പോൾ വയനാട്ടിലാണെന്നായിരുന്നു ADGPയുടെ വിശദീകരണം. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇതിപ്പോൾ വിശദീകരണം നൽകാൻ അധിക സമയം തേടിയിരിക്കുന്നു ADGP MR അജിത് കുമാർ. ഇത് മനഃപൂർവ്വം ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തര സെക്രട്ടറിയുടെ മുന്നിലെത്തുന്നത് വൈകിപ്പിക്കാനുള്ള നീക്കങ്ങളാണോ അജിത് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് തന്നെയാണ് അജിത് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്ന് യാതൊരു സംശയമില്ല. നമുക്കത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. വിശദീകരണം ഇന്നലെ നൽകിയതാണ്, പക്ഷേ കൂടുതൽ വിവരങ്ങൾ കൂടി തനിക്ക് നൽകാനുണ്ട് എന്നുള്ളതാണ് അജിത് കുമാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അധികമായ സമയം അനുവദിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ആവശ്യം സംസ്ഥാന പോലീസ് മേധാവി തള്ളിയിരിക്കുകയാണ്. ഇനി കൂടുതൽ സമയം അനുവദിക്കാനാവില്ല എന്ന നിലപാടാണ് DGPക്കുള്ളത്. കാരണം ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം 3 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് DGP അജിത് കുമാറിനോട് വിശദീകരണം തേടുന്നത്. അതിനുശേഷവും അജിത് കുമാർ വിശദീകരണം നൽകുന്നത് 6ാം ദിവസമാണ്. അങ്ങനെ ഇത്രയധികം ദിവസം കടന്നുപോയ സാഹചര്യമുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മാസം 31-ാം തീയതിയാണ് DGP സ്ഥാനത്ത് നിന്ന് നിതിൻ അഗർവാൾ വിരമിക്കുന്നത്. ആ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ADGPമാരിൽ സീനിയറായ അജിത് കുമാറാണ്. അജിത് കുമാറിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഈ DGP സ്ഥാനത്തേക്ക് വരുന്നത് തടയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയും സമയം അനുവദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നടപടി ഉണ്ടാവില്ല. DGP റാങ്കിലേക്ക് അജിത് കുമാർ എത്തുകയും ചെയ്യും. അപ്പോൾ അതെന്തായാലും സർക്കാരും ആഭ്യന്തര വകുപ്പോ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഇനി അധിക സമയം നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ DGP പോയിരിക്കുന്നത്. ഇന്ന് തന്നെ DGP ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറാനാണ് സാധ്യത. ഇന്നലെ ലഭിച്ച ഈ വിശദീകരണത്തിന്മേൽ വിശദമായ പരിശോധന ഇപ്പോൾ DGP നടത്തുകയാണ്. എന്തായാലും വൈകാതെ തന്നെ ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. ആഭ്യന്തര സെക്രട്ടറി അത് പരിശോധിച്ചതിന് ശേഷം ആഭ്യന്തര വകുപ്പിന് നൽകും. ആഭ്യന്തര വകുപ്പാണ് ഇക്കാര്യത്തിൽ എന്ത് നടപടി എടുക്കുന്ന തീരുമാനത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അതെന്തായാലും വൈകാതെ തന്നെ ഈ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരവും.